ബംഗ്ലാദേശിലെ ജനങ്ങൾ കൂട്ടമരണത്തിലേക്കാണ്. ബംഗ്ലാദേശ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് കൃത്യമായ തിരിച്ചടി ബംഗ്ലാദേശിന് കിട്ടിയിരിക്കുന്നു എന്ന് ഏറെ സങ്കടത്തോടെ തന്നെ പറയേണ്ടി വരും. കാരണം കാണിച്ചവർക്കല്ല, അവിടുത്തെ ജനങ്ങളാണ് ഇത് അനുഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് വലിയ വിഷമം തന്നെയുണ്ട് എന്നുള്ളതാണ്. ബംഗ്ലാദേശ് ഒരു കൂട്ടമരണത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? ബംഗ്ലാദേശ് ഒരു കൂട്ടമരണത്തിലേക്ക് കടക്കുകയാണ് എന്ന ദുഃഖകരമായ ഒരു വിവരം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം പല മാധ്യമങ്ങളും പുറത്തുവിടാത്ത ഒരു സത്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഹസീന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസ്റ്റുകൾ അവിടെ ഭരണം പിടിക്കുന്നു. വലിയ ആവേശഭരിതമായ ഭരണം പിടിക്കലായിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം സൃഷ്ടിച്ച് ഞങ്ങളങ്ങ് ഉണ്ടാക്കും എന്നുള്ള നിലയിലായിരുന്നു അവിടുത്തെ ഒരു പോക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതിൻ്റെ ഒരു കെടുതികൾ ഇപ്പോഴാണ് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അതായത് വിദ്യാർത്ഥി പ്രതിഷേധത്തിലൂടെ, സംവരണ വിരുദ്ധ വിദ്യാർത്ഥി പ്രതിഷേധത്തിലൂടെ തുടങ്ങിയ ഒരു സമരം പിന്നീട് പെട്ടെന്ന് മതത്തിനെതിരായിക്കൊണ്ട് അത് ന്യൂനപക്ഷ വിരുദ്ധമായി മാറുന്നു. അങ്ങനെ അവിടെ അധികാരം ഹസീന സർക്കാർ ന്യൂനപക്ഷങ്ങളെ കൂടി സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഹസീന രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യ അവർക്ക് അഭയം നൽകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അതായത് യൂനസ് എന്ന് പറയുന്ന അവിടുത്തെ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന നൊബേൽ സമ്മാന ജേതാവിനെ പിടിച്ചിട്ട് അവിടുത്തെ ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ തലവനാക്കി വെച്ചു. പക്ഷേ നല്ല സമാധാനമാണ് ഇവിടെ പൂത്തുലയുന്നത്. മുഹമ്മദ് യൂനസിൻ്റെ ഭരണത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അരി മുഴുവൻ തീർന്നിരിക്കുന്നു. പച്ചക്കറികൾ അങ്ങനെ തുടങ്ങിയ പലവിധ നമ്മൾ നിത്യോപയോഗ സാധനങ്ങളൊന്നും കിട്ടാനില്ലാത്ത അവസ്ഥ. അവിടുത്തെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തെരുവിൽ നിന്നുകൊണ്ട് അവർ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന സ്ഥിതിയിലേക്ക് അവിടുത്തെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനിടയിലാണ് ബംഗ്ലാദേശ് എന്ത് ചെയ്തത്? ഞങ്ങൾക്ക് ഇന്ത്യയുടെ സഹായമൊന്നും വേണ്ട, ഞങ്ങൾ ഉരുളക്കിഴങ്ങടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അതുപോലും അവർക്ക് തിരിച്ചടിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അരി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇന്ത്യ നേരിട്ട് എന്ത് ചെയ്യുകയാണ്? ഇന്ത്യ അവർക്ക് ഒരുപാട് തരത്തിലുള്ള സഹായങ്ങൾ അവർക്ക് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് അരി ഒരുപാട് 26,000 മെട്രിക് ടൺ അരിയായിരുന്നു ഇന്ത്യ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള സഹായം ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ മുഹമ്മദ് യൂനസിൻ്റെ ഇടപെടലും ജമാഅത്തയുടെ ഇടപെടലും ഒക്കെ കൊണ്ട് കേന്ദ്ര സർക്കാരിന് വളരെ കൃത്യമായ രീതിയിൽ ഇവരോട് ചില അടുപ്പമില്ലായ്മ കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു വെച്ചു. കാരണം ഒരുപാട് ന്യൂനപക്ഷ ക്രിസ്ത്യാനികളെ, ഹിന്ദുക്കളെ, ബൗദ്ധ വിശ്വാസികളെയൊക്കെ അറുകൊല ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? അവിടെ ക്ഷേത്രം അടിച്ചു തകർക്കുന്നു, എന്നിട്ട് കാളി വിഗ്രഹത്തെ പൊട്ടിച്ചു കളയുന്നു, അവരുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയുടെ മുകളിൽ കയറി അവർ മൂത്രമൊഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ പോയി. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും രാജ്യത്ത് സംഭവിക്കുമോ? അതായത് ഹസീനയുടെ പിതാവ് എന്ന് പറയുന്നത് അവരുടെ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ വിഭജിച്ച് അവരുടെ രാഷ്ട്രപിതാവായി നിൽക്കുന്ന ആളാണ്. ആ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ പോലും അവർ ഇല്ലാതാക്കി എന്നുള്ളത് പറയുമ്പോൾ അവരുടെ മതഭരണത്തിന്, മത തീവ്രവാദത്തിന്, ഈ പറയുന്ന ജമാഅത്തെ മൗദൂദിസ്റ്റ് ഭരണം എത്രമാത്രം ക്രൂരതയാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിനെക്കാട്ടൊക്കെ അപ്പുറത്തേക്ക് ആ ഭരണകൂടവും ഇപ്പോൾ നിസ്സഹായമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവർ ഇപ്പോൾ ഇന്ത്യയോട് സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു, കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ കൈയയച്ച് സഹായിക്കും. അതായത് എന്തൊക്കെ ശത്രുതയുണ്ടെങ്കിൽ കൂടിയും ആളുകൾ ഒരു വലിയ ദുരിതത്തിലേക്ക് പോകുമ്പോൾ, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ ഈ നാണം കെട്ട, ഈ വൃത്തികെട്ട ഭരണകൂടമല്ല, ഈ തീവ്രവാദ ഭരണകൂടത്തെ അല്ല നമ്മൾ കാണുന്നത്. പകരം അവിടുത്തെ ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ആ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇന്ത്യയും അതുപോലെ തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളും തയ്യാറായിരിക്കുന്നു. അതിനുവേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ അവിടെ നിന്ന് വരുന്നത്. എന്തായാലും ഈ ബംഗ്ലാദേശിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് അല്ലേ? തീർച്ചയായിട്ടും വാർത്ത. ബംഗ്ലാദേശിൽ ഡിസംബർ 17 തീയതിയോടുകൂടി അരി പൂർണ്ണമായും തീർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ പ്രതിരോധ മന്ത്രി തന്നെ സലാഹുദ്ദീൻ അഹമ്മദ്, അദ്ദേഹം 50,000 ടൺ അരിയാണ് ഇന്ത്യയോട് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്തായാലും അത് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പാർത്ത നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ അവിടുത്തെ ഭരണകൂടത്തെ അല്ല നോക്കുന്നത്, അവിടുത്തെ ജനങ്ങളെയാണ്. ഒരു കൂട്ടമരണത്തിലേക്ക്, പ്രത്യേകിച്ച് പട്ടിണി കിടന്ന് ജനം ഒരു കൂട്ടമരണത്തിലേക്ക് പോകുന്നതെന്ന് കണ്ടു നിൽക്കാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ബംഗ്ലാദേശിനെ ഒരു കലാപഭൂമിയാക്കാൻ ഫണ്ട് ഇറക്കിയവരും ശ്രമിച്ചവരുമൊക്കെ ഇപ്പോൾ ബംഗ്ലാദേശിലെ ജനങ്ങളെ കൈവിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ കൈമലർത്തി അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കിപ്പോയി. പക്ഷേ ബംഗ്ലാദേശിനെ സഹായിക്കാൻ, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിനോട് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള അടുപ്പമുണ്ട് എന്നുള്ളതാണ്. ബംഗ്ലാദേശ് കളിച്ചാൽ ആ കളി അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം.
അതിപ്പോൾ പിന്നെ തമാശയ്ക്ക് പറയുമല്ലോ, ഇന്ത്യക്കാരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് മൂത്രം ഒഴിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് എന്ന് തമാശയ്ക്ക് പറയുന്നത് പോലെ യൂനസൊക്കെ എത്ര കളിച്ചാൽ ഏതുവരെ പോകുമെന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. കാരണം കോൺഗ്രസ് അല്ല ഇവിടെ ഭരിക്കുന്നത്, BJP സർക്കാരാണ്. നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. പ്രതിരോധ സ്ഥാനത്തിരിക്കുന്നതും പിന്നെ വിദേശ ഉപദേഷ്ടാവായിട്ടിരിക്കുന്നത് അജിത് ഡോവലും ജയശങ്കറും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇന്ത്യക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും ബംഗ്ലാദേശിന് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉരുളക്കിഴങ്ങ്, ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഉരുളക്കിഴങ്ങ് ഇനി ഇന്ത്യയുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ്റെ അടുത്തേക്ക് പോയി. പാകിസ്ഥാൻ ആരാണ് ഉരുളക്കിഴങ്ങ് കൊടുക്കുന്നത്? പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നാണ് ഉരുളക്കിഴങ്ങ് വാങ്ങിക്കുന്നത്. ഈ പിന്നെ റോഡ് മാർഗമുള്ള ഈ യാത്ര പിന്നെ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ അതിർത്തി വഴി വലിയ രീതിയിലുള്ള യാത്രാ ചിലവ് അവർക്ക് കുറവാണ്. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഉരുളക്കിഴങ്ങ് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള യാത്രാ ചിലവ് കൂടുതലാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങിൽ ഉരുണ്ട് വീണ് ബംഗ്ലാദേശ് എണീക്കാൻ വയ്യാതെ നിൽക്കുന്ന സമയത്താണ് അരി കഴിഞ്ഞ് അവിടുത്തെ ജനങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സാമ്പത്തിക നില തന്നെ തെറ്റുന്ന തരത്തിലേക്ക് ബംഗ്ലാദേശ് യാത്ര തുടരുകയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു കൂട്ടമരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ കാല് പിടിക്കാനായി വന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഇതിനേക്കാളും വലിയ ദാരിദ്ര്യമാണ് പാകിസ്ഥാനിലുള്ളത്. കാരണം അവിടെ തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഒഴുക്കുന്നത്. അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയല്ല, അവിടുത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, അവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ടല്ല. പാകിസ്ഥാൻ ഇപ്പോൾ 7 എത്രയോ കോടി രൂപ കടം ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കോടികളൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, അവിടുത്തെ തീവ്രവാദത്തെ വളർത്താനാണ്. ISIS പോലുള്ള തീവ്രവാദ സംഘടനകളെ ചെലവും കൊടുത്ത് വളർത്തുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ആ ദാരിദ്ര്യത്തിന്റെ അങ്ങ് അറ്റം കിടക്കുന്ന പാകിസ്ഥാനോട് പോയി സഹായം ചോദിച്ചാൽ ബംഗ്ലാദേശിനെ എവിടെ നിന്നെടുത്തിട്ട് പാകിസ്ഥാൻ സഹായിക്കാനാണ്? ആകെക്കൂടെ പാകിസ്ഥാനെ സഹായിക്കാൻ ആകൂടെ ബംഗ്ലാദേശിനെ സഹായിക്കാനുള്ള ഏക രാജ്യം ഇന്ത്യയാണ്. ഇപ്പം ഇന്ത്യയുടെ കാലിൽ പിടിക്കേണ്ട അവസ്ഥ ഇന്ത്യയിലെ തന്നെ ന്യൂനപക്ഷങ്ങളെ, അവിടെ ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങളെ കൊന്നു തള്ളി 101, 102 വർഷം പഴക്കമുള്ള അമ്പലങ്ങൾ തകർത്ത് ഗതികെട്ട അവസാനം മുസ്ലിങ്ങൾ തന്നെ പള്ളികളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഹിന്ദുക്കളെ ഉപദ്രവിക്കരുതെന്ന്. ആ തരത്തിലേക്ക് അവർക്ക് സംരക്ഷണം നൽകി അവിടുത്തെ മുസ്ലിം പള്ളികൾ. അത്രത്തോളം ഒരു ന്യൂനപക്ഷങ്ങളെ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് ബംഗ്ലാദേശ് പോയി. ആ ബംഗ്ലാദേശാണിപ്പോൾ കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ കാല് പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ കാല് പിടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടമരണത്തിലേക്ക് വിടരുത്, ഞങ്ങളുടെ ജനങ്ങളെ കൂട്ടമരണത്തിലേക്ക് വിടരുത്, എങ്ങനെയെങ്കിലും അരി തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അവിടുത്തെ ഭരണകൂടത്തെ സ്വീകരിച്ചില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഇരു കൈയിൽ നീട്ടി ഇന്ത്യ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണം.